നമസ്കാരം. നമ്മളിതാ 98ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് 9ാമത്തെ ദശകം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. ഇന്ന് 98ാമത്തെ ദിവസത്തിലേക്ക് മേൽപ്പത്തൂർ പ്രാർത്ഥിച്ചതുപോലെ ഗുരുവായൂരപ്പ അവിടുന്ന് കനത്ത കാരുണ്യത്താൽ കുതിർന്ന കടാക്ഷങ്ങളെ കൊണ്ട് അതിവേഗം ഈയുള്ളവനെ തികച്ചും കാത്തരുള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 9ാമത്തെ ദശകവും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സമർപ്പിക്കുന്നത്. നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. നമ്മളെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 9ാമത്തെ ദശകം പാരായണം ചെയ്ത് സമർപ്പിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ. ഗുങ്കുരുഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 9ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃത്തെ പ്രജാനിർമ്മിതോ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷീതൈരീക്ഷിതൈഃ. ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷീതൈരീക്ഷിതൈഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 98ാമത്തെ ദിവസവും 9ാമത്തെ ദശകവും നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടെ ആയിക്കഴിഞ്ഞാൽ ഭഗവത് അനുഗ്രഹത്താലും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹത്താലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുടെ ബലത്താലും ഞങ്ങളിതാ 100ാം ദിവസത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ ചാനൽ സജ്ജനങ്ങളായ എല്ലാവരുടെ അടുത്തേക്കും നിങ്ങൾ ഇതിൽ ചാനൽ ഷെയർ ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഇത് എത്തിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ആ ഗുരുനാഥൻ്റെയും ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ ഇതി നാമസങ്കീർത്തനം സദാരോഗക്ഷമായ കുർവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണ നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. നാരായണീയ സഹസ്രം 90+8 98ാമത്തെ ദിവസത്തിലേക്ക് എത്തി. നമ്മളിവിടെ 9ാം ദശക സമർപ്പണ ശ്ലോകത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 9ാം ദശകം സമർപ്പിക്കുമ്പോഴേക്കും തൃതീയ സ്കന്ധ രംഗങ്ങളിലേക്ക് ഭാഗവതത്തിലെ ഭട്ടതിരിപാട് എത്തിക്കഴിഞ്ഞു. ഇനി അതിവേഗം കഥകളിലേക്ക് കിടക്കണം അദ്ദേഹം. ഇപ്പോൾ സൃഷ്ടിയുടെ ഒരു
പ്രാഥമിക രംഗമാണ് വർണ്ണിച്ചു വരുന്നത്. സൃഷ്ടി ഏതെല്ലാം രീതിയിൽ നടത്തപ്പെട്ടു, ഏതെല്ലാം സൃഷ്ടികളുണ്ടായി. 3-4 സ്കന്ധങ്ങളിൽ ഭാഗവതം അറിയുന്ന നമുക്കറിയാം സർഗം വിസർഗം എന്ന ലീലകൾ. അതിൽ ആദ്യത്തെ സ്കന്ധത്തിൽ പ്രപഞ്ച സൃഷ്ടി, മൂന്നാം സ്കന്ധത്തിൽ പ്രപഞ്ച സൃഷ്ടി, 4-ാം സ്കന്ധത്തിൽ പ്രജാസൃഷ്ടി. അതാണ് പ്രധാനമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രംഗങ്ങളിലൂടെ ഭട്ടതിരിപ്പാടിന് പക്ഷേ 10 ശ്ലോകേ സമയമുള്ളൂ. 64ഓളം അധ്യായമുണ്ട് തൃതീയം ചതുർത്ഥം കൂടിക്കഴിഞ്ഞാൽ. വ്യാസഭഗവാൻ 64 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഭട്ടതിരിപ്പാടിന് 20 ശ്ലോകേ സമയമുള്ളൂ. മിനിമം 20 ശ്ലോകം. പക്ഷേ 20 ശ്ലോകം എടുത്തിട്ടില്ല അദ്ദേഹം. അതാണ് വൈഭവം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഹിരണ്യഗർഭൻ്റെ കഥ, ഹിരണ്യൻ്റെ കഥ, ഇത് ദ്വിതീയ സ്കന്ധത്തിലാണ് പറയണത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ 3 സ്കന്ധങ്ങളെ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലഭസ്വ ഭുവനത്രയീ രചന ദക്ഷതാം അക്ഷതാം എന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടല്ലോ. ഒരിക്കലും അവസാനിക്കാത്ത എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ നമ്മൾ കാണേണ്ടത് ഈ അനവരതമുള്ള എന്നുള്ള അർത്ഥമാണ്. രചനദക്ഷതാം അക്ഷതാം എന്നുള്ളതിൻ്റെ അർത്ഥം അനവരതമായി, അൺസ്റ്റോപ്പബിളി എന്ന് നമ്മൾ പറയാറില്ലേ, നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള സർഗസൃഷ്ടി, സർഗരചന, സർഗവൈഭവം. ആ സർഗവൈഭവം അവിടത്തേക്ക് ഉണ്ടാവട്ടെ എന്നാണ് ബ്രഹ്മാവിന് ഭഗവാൻ അനുഗ്രഹം നൽകിയത്. ആ സർഗവൈഭവം ഉണ്ടാവാൻ വേണ്ടി താൻ അതുവരെ നിർദ്ദേശം കിട്ടാൻ വേണ്ടി എത്ര തപസ് ചെയ്തുവോ അത്രയും തപസ് തുടർന്നും അനുഷ്ഠിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മതിബലം ച തപോബലം ച എന്നുള്ളത് ലഭിച്ചത്. ബുദ്ധി വൈഭവമുണ്ടായി, ഒപ്പം തപോബലം എന്നുള്ളത് സർഗാത്മകത ഉണ്ടായി. സർഗാത്മകത വർദ്ധിപ്പിച്ച് വരാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു തപോബലം ആവശ്യമാണ്. എന്തിനേയും വളരെയധികം അർപ്പണബോധത്തോടെ ചെയ്താലേ തപോബലം ഉണ്ടാവുള്ളൂ, നമുക്ക് സാമർഥ്യം ഉണ്ടാവുള്ളൂ. ആ സാമർഥ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നർത്ഥം. തപോബലം അനുഷ്ഠിച്ച് ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തപോബലം ഉണ്ടായി ജോലി ചെയ്യുമ്പോൾ. ബ്രഹ്മാവിനിവിടെ ബുദ്ധിയുടെ ബലമുണ്ടായി, തപസ്സിൻ്റെ ബലമുണ്ടായി. നമ്മൾ ഈ വലിയ വലിയ ഓഫീസുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ടെക്നോളജി ഒക്കെ ഉള്ള ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുടവയറന്മാരെയും നല്ല തടിയന്മാരെയും ഒക്കെ കാണാം. അവരിങ്ങനെ ഇരുന്ന് തല കൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കുള്ളത് മതിബലമാണ്. നേരെ മറിച്ച് നമ്മൾ കമ്പനികളിൽ പോയാലോ, നിർമ്മാണ കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് അതുണ്ടായിക്കൊള്ളുന്നില്ല. അവിടെ അവർക്കുള്ളത് തപോബലമാണ്, കായിക ബലമാണ്. അപ്പം മതിബലം, തപോബലം ഇത് രണ്ടും ഒരുമിച്ചുള്ള ആളാണ് ബ്രഹ്മാവ്. സർഗാത്മകത ഉള്ളത് ബുദ്ധി കൊണ്ടാണെങ്കിൽ രചനാത്മകത ഉണ്ടാവുന്നത് ശരീരം കൊണ്ടാണ്. ആ ബുദ്ധിവൈഭവവും കായിക വൈഭവവും ഒരുമിച്ച് ചേർന്നതാണ് ബ്രഹ്മാവ്, സൃഷ്ടികർത്താവ് എന്നർത്ഥം. സൃഷ്ടി അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച ആശയം മാത്രമാണ്. പക്ഷെ അത് നിർവഹിക്കാൻ തക്കവണ്ണം, അത് പ്രവർത്തിക്കാൻ തക്കവണ്ണം, അത് പ്രവൃത്തി തരത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനുള്ള ശക്തി കിട്ടിയത് ഭഗവത് അനുഗ്രഹം കൊണ്ടാണ്, തപോബലം കൊണ്ടാണ്. ആ തപോബലം ബ്രഹ്മാവിന് ഉണ്ടായി. ആ തപോബലമുണ്ടായത് തികഞ്ഞ അർപ്പണബോധത്തിൽ നിന്നുണ്ടായ തപോബലമാണ്. ഒരു സുപ്രഭാതത്തിൽ ആ തപോബലം ഉണ്ടാവില്ല. ആ അർപ്പണബോധം കായികമായിട്ട് നമുക്കുണ്ടാവുമ്പോഴാണ് രചനാത്മകത നമുക്കുണ്ടാവുന്നത്. നമ്മൾ നോക്കി നോക്കൂ, നല്ല ദഹനക്കാർ, പാചകക്കാർ, അവർ പാചകം ചെയ്യുന്നത് കാണാൻ തന്നെ ഭംഗി, അത്ഭുതമാകും. നമുക്ക് അവരുടെ അളവിൽ തന്നെ വെള്ളമെടുത്ത്, അവരുപയോഗിക്കുന്ന അളവിൽ തന്നെ ആ കൂട്ടുകളൊക്കെ എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട്
അവർ തിളപ്പിച്ച രീതിയിൽ തന്നെ തിളപ്പിച്ച് അവർ ഉപയോഗിക്കുന്ന അത്ര ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് നമ്മളുണ്ടാക്കാൻ ശ്രമിച്ചാൽ തന്നെ അവരുടെ ടേസ്റ്റ് കിട്ടുന്നില്ല. അത് അവരുടെ ഒരു രചനാവൈഭവമുണ്ട്. നമ്മളത് അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ അനുകരണത്തിൽ ആ വൈഭവം ലഭിക്കില്ല. അവരുടേതായിട്ടുള്ള വൈഭവം സർഗാത്മകതയുണ്ട്. ആ സർഗാത്മകത നമുക്കില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ലഭിക്കും? അപ്പോൾ ആ രീതിയിൽ ഇതാ ബ്രഹ്മാവ് തൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇവിടെ 9ാമത്തെ ദശകം ഭട്ടതിരിപ്പാടിനെ അവസാനിപ്പിക്കുകയും വേണം. അപ്പോൾ അതൊരു ഒറ്റയടിക്ക് പറയാണ്. ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞതായത് കാരണം അതിനെ വിസ്തരിക്കാൻ ഭട്ടതിരിപ്പാടിന് നേരമില്ല, താല്പര്യമില്ല. ഏത് പറഞ്ഞു? സൃഷ്ടിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞു. ബ്രാഹ്മകൽപ്പത്തിലെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ വിസ്തരിച്ച്. ആ ബ്രാഹ്മകൽപ്പത്തിലെ സൃഷ്ടി പോലെ തന്നെയാണ് പാത്മകൽപ്പത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ബ്രാഹ്മപാത്മകൽപ്പത്തിലെ സൃഷ്ടികളെ വേറെ വേറെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കേട്ട് കഴിഞ്ഞു. ബ്രാഹ്മകൽപ്പത്തിൻ്റെ അവസാനം എല്ലാം ഭഗവാനിലേക്ക് ഇങ്ങനെ ലയിച്ചു പോകേണ്ടായത്. ബെഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബെഡ് മടക്കണ പോലെ എന്ന് ഒരിക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തി കിട്ടുമെന്നേ ഉള്ളൂ, ഒന്ന് തിരിച്ചു കൊണ്ടുവന്നു. ആ അവസ്ഥയാണ് പാത്മകൽപ്പം. അപ്പോൾ പാത്മകൽപ്പത്തിൻ്റെ സൃഷ്ടികളെ ആവർത്തിച്ച് പറയുന്നില്ല ഭട്ടതിരിപ്പാട്. എന്നാൽ ഒരു ശ്ലോകത്തിൽ അവിടെ തൃതീയ സ്കന്ധത്തിൽ 4 5 അധ്യായത്തിൽ പറഞ്ഞത് ഒരു ശ്ലോകത്തിൽ പറയണം. അതാണ് 9ാം ദശകത്തിലെ സമാപന ശ്ലോകം, 10ാം ശ്ലോകം. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു പ്രകരണം, ഒരു സന്ദർഭം അവസാനിപ്പിക്കുകയാണ്. പിന്നീടുള്ള ബ്രഹ്മാവിൻ്റെ തുടർ നടപടികളാണ് അടുത്ത ദശകം മുതൽ നമ്മൾ കേൾക്കാൻ പോണത്. ഈ ദശകത്തിൻ്റെ സന്ദേശം എന്തായിരിക്കും? ഈ ദശകത്തിൻ്റെ സന്ദേശം മറ്റൊന്നുമല്ല. ഈ ദശകത്തിൽ എന്താ പറഞ്ഞത്? ബ്രഹ്മാവ് ലയിച്ചു ചേർന്ന് വീണ്ടും ഉണ്ടായി, അദ്ദേഹം അന്വേഷിച്ച് നടന്നു, ഇതാ കണ്ടെത്തി. അദ്ദേഹത്തിന് സർഗാത്മകതയും ബുദ്ധിബലവും ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു നൽകി. വളരെ ആസ്വാദനത്തോടെ, വളരെ വൈഭവത്തോടെ, പ്രാഗൽഭ്യത്തോടെ ബ്രഹ്മാവ് വീണ്ടും തുടർന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദശകത്തിൽ കാണുന്നത്. ഭഗവത് അനുഗ്രഹം എന്നുള്ളത് സർഗാത്മകതയ്ക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് കാലം അതിലൊരു ഇടവേള വേണ്ടി വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഇടവേള വേണ്ടി വന്നാൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ഈശ്വരത്വം കാണുന്നുവെങ്കിൽ ആ ഇടവേളകളൊന്നും നിങ്ങളെ ബാധിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കാൻ സാധിക്കും. ആ ഇടവേളകൾ ബാധിക്കാതെ ഒരുപക്ഷെ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെയെങ്കിലും നമുക്ക് ആ പ്രവൃത്തി തുടരാനുള്ള വൈഭവം അത് ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. അത് ആ വസ്തുവിൽ നമ്മൾ അർപ്പിക്കുന്ന അർപ്പണബോധത്തെ അനുസരിച്ചിരിക്കുന്നു മാത്രം. നിങ്ങൾ സംസ്കൃതം കുറച്ച് പഠിച്ചു, 10ാം ക്ലാസ് വരെയെന്നോ അല്ലെങ്കിൽ പഴയ കാലത്ത് പ്രീ ഡിഗ്രി വരെയെന്നോ ഇന്നത്തെ കാലത്ത് +2 വരെയെന്നോ ചിന്തിക്കുക. ഡിഗ്രി വേറെ, മാസ്റ്റർ ഡിഗ്രി വേറെ, ജോലി ചെയ്തു, റിട്ടയറായി. ഇപ്പോൾ ഏകദേശം സംസ്കൃതം വിട്ടുപിരിഞ്ഞിട്ട് 10-25-30 കൊല്ലമായിരിക്കും. അപ്പോഴാണ് ഭാഗവതവും നാരായണിയൊക്കെ പഠിക്കുന്നത്. വീണ്ടും അതിലേക്ക് വരികയാണ്. പക്ഷെ അന്ന് വളരെ സാമർഥ്യത്തോടെ, അന്ന് വളരെ ആ ഭാഷയെ സ്നേഹിച്ചവർ ഇന്നവർക്ക് റീകളക്ട് ചെയ്യാനോ അത് വീണ്ടെടുത്ത് ഭാഗവതത്തെ മനസ്സിലാക്കാനോ നാരായണീയത്തെ മനസ്സിലാക്കാനോ വിഷമമുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ അത്തരം വ്യക്തികളെ കുറിച്ച്. ആ ഒരു റീപ്രൊഡ്യൂസിങ്ങിന് ഒരു വിഷമമുണ്ടാവില്ല അത്തരം ആളുകൾക്ക്. കാരണം അന്ന് അവരർപ്പിച്ച അർപ്പണബോധം പിന്നീട് സാഹചര്യം കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു വസ്തുത. പക്ഷെ അവരുടെ ബുദ്ധിയിലോ മനസ്സിലോ ആ അർപ്പണബോധം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് 30-35 കൊല്ലം കൊണ്ട് പലിശയായി. ആ പലിശയാണ് പിന്നീട് അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ റിട്ടയർഡ് ആയതിനു ശേഷം ആചാര്യന്മാരായി തീരുന്നു ആളുകൾ. എന്താ അതിൻ്റെ മാജിക്, മാന്ത്രികത? അപ്പോൾ ആ രീതിയിൽ നമ്മൾ
ഏത് പ്രവർത്തന പഥങ്ങളിലും പ്രവൃത്തിയെ നമ്മൾ ഈശ്വരനായി കൊണ്ടുവന്നാൽ ഇനി തിരിച്ച് ഈശ്വര സമർപ്പിതമായി പ്രവർത്തിച്ചാൽ ആ സർഗാത്മകത, രചനാത്മകത നമ്മളിൽ എന്നും ഉണ്ടാവും. വലിയ കാര്യമൊന്നും ആക്കിയില്ല. റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും മക്കളുടെ ഒപ്പം വിദേശത്തേക്ക് പോയി. അവരവിടെ മതി എന്ന് പറഞ്ഞു. ഇതിനൊക്കെ വിട്ടുപോയി. ഒക്കെ വിട്ടുപോകും. കാരണം അദ്ദേഹത്തിനൊന്നും സീരിയസ് ആയിരുന്നില്ല. ഇനിയൊരു റിട്ടയർമെൻറ്റ്, ഒരു കോളേജ് പഠനം എന്നൊന്നും ഉദ്ദേശിക്കേണ്ട. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വൈകല്യം വന്നതുകൊണ്ട് സംഭവിക്കാം, നിങ്ങളുടെ ജീവിത സാഹചര്യം മാറിയതുകൊണ്ട് സംഭവിക്കാം ഈ ഇടവേള. അപ്പോൾ ഇടവേളകൾ കഴിഞ്ഞ് വീണ്ടും ആ സ്ഥലത്തേക്ക് തിരിച്ചു വരുമ്പോൾ ധർമ്മസങ്കടം ഉണ്ടാക്കുന്നില്ല ആ വ്യക്തിക്ക്. അപ്പം നമ്മൾക്കൊരു ബോധമുണ്ട് ഇത് വേണ്ടതാണെന്നും അല്ലെങ്കിൽ ഇതാണ് വേണ്ടത് എന്നും. ആ ബോധം ഉള്ളിൽ വയ്ക്കുന്നവന് ഭഗവാന്റെ അനുഗ്രഹം, മതിബലവും തപോബലവും വേണ്ട വിധത്തിൽ ഉണ്ടാവും. ആ രീതിയിലാണ് ബ്രഹ്മാവിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങോട്ട് ഉണർന്ന് മടിയനായി അവിടെ ഇരുന്നു വെച്ചാലോ, അയ്യോ ആരുമില്ല ഞാനും പോവാന്ന് പറഞ്ഞ താമരത്തണ്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിച്ചാലോ, സർഗാത്മകത എന്നുള്ളത് നമുക്ക് നഷ്ടമാവും. അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ബ്രഹ്മാവ് ഇല്ലെങ്കിൽ പിന്നെ ബ്രഹ്മാവ് പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ല, നമ്മളാരുമില്ല. എന്നിട്ട് ഈ ബ്രഹ്മാവിനെ നമ്മളാരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതടുത്ത ചോദ്യം. ഞാനൊരിക്കൽ പറഞ്ഞു, ഈ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിന് മാത്രമേ, അല്ലെങ്കിൽ ദേവന്മാരിൽ ബ്രഹ്മാവിന് മാത്രമേ ക്ഷേത്രമില്ലാത്തതുള്ളൂ. ഒരു ക്ഷേത്രമോ മറ്റോ ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. പുഷ്കരത്തിൽ. പുഷ്കരം എന്നുള്ളത് പഞ്ചമസ്കന്ധം വായിക്കുമ്പോൾ അറിയാം, അവിടെ ബ്രഹ്മാവിനെയാണ് ഉപാസിക്കുന്നതെന്ന് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈഭവം തന്ന ആളെ തന്നെ നമുക്ക് ഓർമ്മയില്ല വെച്ചാൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഈ വക വൈഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. അത് ലഭിക്കാത്തതിൻ്റെ കാരണം നമുക്ക് ബ്രഹ്മാവിനെ തന്നെ ഒരു ബോധ്യമില്ല. അതാണ് വേദങ്ങളുടെ പ്രമാണത്തിൻ്റെ പ്രത്യേകത. വേദപ്രമാണം വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മാവിനൊക്കെയാണ് പ്രാധാന്യം. ദിക്പാലകന്മാർക്ക്, പ്രകൃതിയിലെ ശക്തികൾക്ക്, ആ ശക്തികളെയൊക്കെ ഉപാസിക്കാനും ആശ്രയിക്കാനുമാണ് വേദങ്ങൾ സദാ നമ്മളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ജീവിക്കണം. ആ അർപ്പണബോധമാണ് ബലം, തപോബലവും മതിബലവും എന്നുള്ളതാണ് ബ്രഹ്മാവിൻ്റെ പ്രത്യേകത. തവൈവ കൃപയാ പുനഃ ദശമ ശ്ലോകം, നവമ ദശകത്തിലെ ദശമ ശ്ലോകം. തവൈവ കൃപയാ പുനഃ. പുനഃ എന്ന് വെച്ചാൽ പിന്നീടെന്നും വീണ്ടും എന്നും അർത്ഥമുണ്ട്. ഇവിടെ വീണ്ടും അവിടുത്തെ കൃപയാൽ തന്നെ, വീണ്ടും തവൈവ കൃപയാ, തവ കൃപയാ ഏവ. ഭഗവാനെ, ഇതുവരെയുള്ളത് അവിടുത്തെ കൃപ. ഇതുവരെ അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ വീണ്ടും സുപ്തപ്രബോധന സമയം ആയി. ആ സമയത്തിൽ അദ്ദേഹത്തിന് ആഹ്വാനം ചെയ്തതും അവിടുന്ന് അദ്ദേഹത്തിനോട്, അതൊക്കെ അവിടുത്തെ കൃപയാണ്. വീണ്ടും അവിടുത്തെ കൃപയാണ് ഇനി സംഭവിക്കാൻ പോണത്. അപ്പോൾ ആ കൃപയെക്കുറിച്ചാണ്, ആ കൃപാ പ്രോത്സാഹനം ഉണ്ടാവാനാണ് ഞാൻ ഇതേവരെ പറഞ്ഞത്. തവൈവ കൃപയാ പുനഃസരസിജേനൈവ തേനൈവ സ. സരസിജേനൈവ തേനൈവ, തേന സരസിജേന ഏവ. സരസിജൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനാൽ തന്നെ സ, അത് ഏത്? പ്രകൽപ്യഭുവനത്രയീം. അപ്പോൾ ആ അദ്ദേഹം, അത് എന്നുള്ള അർത്ഥത്തിലല്ല സാന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ബ്രഹ്മാവ് പ്രകൽപ്യഭുവനത്രയീം. പ്രകൽപ്യ എന്ന് വെച്ചാൽ സാധാരണ അർത്ഥം കൽപ്പിച്ചിട്ട് എന്നാണ്. ഇവിടെ കൽപ്പം എന്നുള്ളതിന് സൃഷ്ടി എന്ന അർത്ഥം. കൽപ്പം എന്നുള്ളത് ക്രിയാപദം, കൽപ്പന എന്നുള്ള ക്രിയാപദം. പ്രകൽപ്യ പ്രകർഷേണ കൽപ്പിച്ചിട്ട്, പ്രകർഷേണ സൃഷ്ടിച്ചിട്ട്. എന്താ സൃഷ്ടിച്ചത്? ഭുവനനിർമ്മിത ഭുവനത്രയീം. ഭുവനത്രയീം എന്ന് വെച്ചാൽ
14 ലോകങ്ങൾ, ഭൂർഭുവസ്വർ ലോകങ്ങൾ. 14 ലോകങ്ങളാണെന്ന് നമുക്കറിയാം. ഭൂമിയുടെ അടിയിലേക്ക് അതലം, വിതലം, സുതലം, മഹാതലം, രസാതലം, പാതാളം. ഭൂമിയുടെ മുകളിലേക്ക് മഹർലോകം, ജനർലോകം, തപോലോകം, അങ്ങനെ കടന്ന് സത്യലോകം. ഭൂമിയുടെ മുകളിലേക്ക് 6 ലോകം, ഭൂമിയുടെ താഴേക്ക് 7 ലോകങ്ങൾ. ഇത് ഭുവനത്രയി എന്നുള്ളതിൽ ആ 14 ലോകങ്ങളും ഉൾപ്പെടൽ കഴിഞ്ഞു. ഗായത്രി മന്ത്രത്തിൽ കാണുന്ന ഭൂർഭുവസ്വർ കാരങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദങ്ങൾ. ഈ 14 ലോകങ്ങളിലും ഉള്ള ജീവികൾക്ക് എന്നുള്ള പ്രാർത്ഥനയാണ് ഗായത്രി. അതൊരിക്കലും നമ്മളിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഗായത്രി മന്ത്രത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഭൂർഭുവസ്വർലോകങ്ങളെക്കുറിച്ചാണ് ഒരൊറ്റ വരിയിൽ പ്രകല്പ്യ ഭുവനത്രയീം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രവവൃതയെ പ്രജാനിർമ്മിതൗ. ഈ 14 ലോകങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ. ഈ 14 ലോകങ്ങളിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ലോകങ്ങൾ സൃഷ്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ലോകത്തിലൊക്കെ എന്തെങ്കിലും വേണ്ടേ? അതാണ് പ്രജകൾ. അതിനർത്ഥം മനുഷ്യനുണ്ടായത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആത്മകൽപ്പത്തിൻ്റെ അവസാന കാലത്താണ് ഇനി മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോണത്. അപ്പോൾ മനുഷ്യ സൃഷ്ടി ഉണ്ടായിട്ടില്ല. പ്രജകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരൊക്കെ അവിടെ താമസിക്കുന്നത് ഓരോരുത്തരും ഭൂമിയിൽ മാത്രം സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന് സങ്കല്പിക്കേണ്ടി വരും. പ്രജാനിർമ്മിതം എന്ന് വെച്ചാൽ മുഴുവൻ മനുഷ്യന്മാർ മാത്രമല്ല, ജീവജാലങ്ങൾ എന്ന അർത്ഥത്തിലും ഇവിടെ പ്രജ എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ്. ആ പ്രജാനിർമ്മിതവും പ്രവവൃതയെ, പ്രവവൃത എന്ന് വെച്ചാൽ മുഴുകി എന്നർത്ഥം. പ്രവർത്തിച്ചു, പ്രവവൃത എന്നുള്ളതിൻ്റെ അർത്ഥം പ്രവർത്തിച്ചു എന്നാണ്. പ്രവർത്തിക്കുക എന്ന് വെച്ചാലോ പ്രകർഷേണ വർത്തിക്കുക എന്ന് വെച്ചാൽ മുഴുകുക, അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച്. ഇപ്പോൾ പ്രകല്പ്യഭുവനത്രയും ഈ 14 ലോകങ്ങളെയും സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നിട്ട് പ്രജാനിർമ്മിതവും പ്രവവൃതേ, ആ നിർമ്മാണത്തിൽ പ്രവർത്തിച്ചു. പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ മുഴുകി അർത്ഥം, വേണ്ട വിധത്തിൽ ചെയ്തു. ഇപ്പോഴാണ് അനവരതം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. നമ്മൾ പിന്നീട് അദ്ദേഹത്തിന് ഒഴിവുണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് ഇടവേള ഉണ്ടായിട്ടില്ല. ആ ഉറങ്ങുന്ന ഇടവേള മാത്രമേ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൂ. സമയങ്ങളിൽ, ദിവസത്തിൽ, പകൽ സമയങ്ങളിൽ മുഴുവൻ അദ്ദേഹം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രജാനിർമ്മിതവും പ്രവവൃതയെ, നിർമ്മാണത്തിൽ മുഴുകിയവനായിത്തീർന്നു. ആ ബ്രഹ്മാവ്, അദ്ദേഹം. തഥാവിധ കൃപാഭരോ ഗുരുമരുൽപുരാധീശ്വര. വിളിക്കണം പെട്ടത് ഒരുപാട്. തഥാവിധ കൃപാഭര, തഥാവിധം അപ്രകാരം, അപ്രകാരം വിധം എന്നർത്ഥം. ആ തരത്തിലുള്ള എന്ന് നമ്മൾ പറയാറില്ലേ. കൃപാഭര, കൃപയാൽ നിറഞ്ഞവനെ, കാരുണ്യത്താൽ നിറഞ്ഞവനെ. ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാരുണ്യാൽ കാമം അന്യം ദദതി നഖലു എന്ന് പറഞ്ഞല്ലോ ആദ്യം. എന്ത് മറ്റാഗ്രഹങ്ങളെയും ഭഗവാൻ തരും കാരുണ്യം കൊണ്ട്. സ്വാത്മതസ്ത്വം വിശേഷാൽ, തന്നെ തന്നെ നൽകുന്നവനാണ് ഭഗവാൻ. പ്രത്യേകിച്ചും ആ തന്നെ ഏതു വിധത്തിലും ആശ്രയിക്കുന്നവന് തന്നെ തന്നെ കൊടുക്കും ഭഗവാൻ. ആ വിധ കൃപാഭരൻ. ആലോചിച്ചു, ബ്രാഹ്മകൽപ്പത്തോടു കൂടി ഭഗവാന് സൃഷ്ടികളൊക്കെ നിർത്തിവെക്കാമായിരുന്നില്ലേ? ബ്രഹ്മാവിനെ സൃഷ്ടിക്കണം, പിന്നീട് ബ്രഹ്മാവിൽ നിന്ന് സൃഷ്ടിക്ക് ഉള്ള ശക്തി കൊടുക്കണം. ഇത്തരത്തിൽ ഭഗവാന്റെ കൃപയെന്ന് ആലോചിച്ചു. ഇപ്പോഴുള്ള ഒരു അവസ്ഥ ആലോചിച്ചു. കലികാലത്ത് ജനങ്ങൾ എത്രയാണെന്ന വിചാരം? ഇനി ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അജ്ഞാത ജീവികൾ കുറേ, ഇത് കഴിഞ്ഞാൽ ജ്ഞാത ജീവികൾ, അറിയുന്നവർ കോടിക്കണക്കിന്. ഇത് ഭഗവാന്റെ കാരുണ്യത്താൽ ഉണ്ടാകുന്ന ശക്തിയല്ലേ? ഭഗവത് കാരുണ്യം എന്ന ഘടകം ബ്രഹ്മാവിനില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇന്ന് പ്രപഞ്ചത്തിലുണ്ടായിരിക്കുമോ? അതൊരു ചോദ്യമല്ലേ. തഥാവിധ കൃപാഭര, തഥാവിധമായ കൃപയാൽ നിറഞ്ഞവനെ, അപ്രകാരമുള്ള
കൃപ നിറഞ്ഞ ഗുരുവായൂരപ്പ ത്വം ഗുരുഭര കൃപ തഥാവിധ കൃപാഭരസ്ത്വം എന്ന പദം വരുന്നുണ്ട് അടുത്ത വരിയിൽ. അങ്ങനെയുള്ള അവിടുന്ന്. അപ്പോൾ അപ്രകാരമുള്ള കൃപ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, സംരക്ഷിക്കുന്നു, അവസാനം ലയിപ്പിക്കുന്നു. ഓരോ അണുവിലും ഓരോ നിമിഷത്തിലും അവിടുത്തെ ശ്രദ്ധയുണ്ട്. വേറെ ഒരു ജോലിയുമില്ലാതെ അവിടുന്ന് ശ്രദ്ധിക്കുന്നു. ഇതാ ഓരോ ജീവിയും ഇന്നന്ന നിയമങ്ങളിലൂടെ അവിടെ ജീവിച്ചില്ലാതെയാവണം എന്ന് അവിടുന്ന് കൽപ്പിച്ചത് അവിടുന്ന് നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നു. ഗുരുവായൂരപ്പ, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവൻ കടത്തിണ്ണയിൽ പ്രസവിക്കപ്പെട്ടവനല്ല. അവൻ്റെ ജനനം ഏതോ ഗൃഹത്തിലായിരിക്കാം. പക്ഷെ അവൻ പിൽക്കാലത്ത് അവൻ്റെ ജീവിതം റോഡിൻ്റെ വഴി അരിയിലേക്ക് മാറുമ്പോൾ അവിടെയും അവനെ സംരക്ഷിച്ചുകൊണ്ട് അവിടുന്നുണ്ട്. മാജിക് ഒന്ന് ആലോചിച്ചു. ഭഗവാൻ അപ്പോഴും അവനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന 5 രൂപയോ 5 പൈസയോ 50 പൈസയോ 50 രൂപയോ ആണ് അയാളെ ജീവിപ്പിക്കുന്നത് എന്നാണ്. അയാൾക്ക് ജീവിക്കാനും ഒപ്പം എത്രയോ ബ്രീഡ് അല്ലെങ്കിൽ എത്രയോ കണക്കിന് ശ്വാക്കളുണ്ട്. ഇതിൽ എത്ര ശ്വാക്കളെ ആൾക്കാർ സ്വന്തം വീട്ടിൽ വളർത്തുന്നത്, എത്ര ശ്വാക്കൾ തെരുവിലുണ്ടാകുന്നു. തെരുവിലുള്ള ശ്വാക്കളും ജീവികളില്ലേ? ഇവിടെയൊക്കെ ഈശ്വരകാരുണ്യം ഇല്ലാത്ത ഒരു സ്ഥലം പറഞ്ഞു തരൂ നമുക്ക്. തഥാവിധ കൃപാഭര, അതുപോലെയുള്ള കാരുണ്യം അവിടുന്ന് ചൊരിയുന്ന ആളാണ്. അപ്രകാരമുള്ള കാരുണ്യം ആണ് ബ്രഹ്മാവിനെയും ഗുരുമരുൽപുരാധീശ്വര, ഗുരു മരുൽ പുര അധി ഈശ്വര, 5 ശബ്ദങ്ങളുണ്ട് അതിൽ. ഗുരു എന്ന് വെച്ചാൽ വലിയത്, അച്ഛൻ, ഗുരുനാഥൻ എന്നർത്ഥം. മരുത്ത് എന്ന് വെച്ചാൽ വായു, കാറ്റ് എന്നർത്ഥം, ശ്വാസം എന്നർത്ഥം. പുരം എന്ന് വെച്ചാൽ ശരീരം, സ്ഥലം എന്നർത്ഥം. അധി എന്ന് വെച്ചാൽ അധികാരമുള്ളവൻ, അധിവസിക്കുന്നവൻ, അതിൽ സർവവിധ നിയന്ത്രണവുമുള്ളവൻ എന്നർത്ഥം. ഈശ്വര എന്നുള്ളതിനർത്ഥം ഈശിക്കുന്നവൻ, ശാസിക്കുന്നവൻ. ഇവിടെ ഗുരുമരുൽപുരാധീശ്വര എന്നുള്ള പദം തന്നെ പ്രയോഗിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. വലിയ തരത്തിൽ ശ്വാസത്താൽ നിലനിൽക്കുന്ന ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം, ശാസന ഉള്ളവനെ. ഗുരുമരുൽപുരാധീശ്വര, ഗുരുവാദപുരീശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ, നമുക്ക് ഗുരുവായൂരപ്പൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാനെ വിളിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാം. ഗുരു വലിയൊരവസ്ഥയിൽ മരുൽപുരമാകുന്ന ശ്വാസത്താൽ നിലനിൽക്കുന്ന ഈ ശരീരം, അതിൻ്റെ അധീശ്വരത്വമുള്ളവൻ, അധീശത്വമുള്ളവൻ, അതിൻ്റെ നിയന്ത്രണം കയ്യിലുള്ളവൻ. ഗുരുമരുൽപുരാധീശ്വരൻ പരമാത്മാവ് ഈ ജീവനാകുന്ന ജീവാത്മാവാകുന്ന ഗുരുമരുൽപുരാധീശ്വരൻ, അത് ജീവാത്മാവ്. അപ്പം മൈക്രോകോസം, മാക്രോകോസം, ഇത് രണ്ടും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ബൃഹത്തായ പ്രപഞ്ചമെന്ന ശരീരം, സൂക്ഷ്മമായ മനുഷ്യ ശരീരമെന്ന, ജീവജാലങ്ങളുടെ ശരീരമെന്ന ശരീരം, ഇതിന് രണ്ടിനും ഒരേപോലെ ഈശിത്വമുള്ളവനാണ്, ശാസിക്കാൻ ശേഷിയുള്ളവനാണ് അവിടുന്ന്. ഗുരുമരുൽപുരാധീശ്വര. ഗുരുത്വം എന്ന് നമ്മൾ പറയണത് ലഘുത്വം, ഗുരുത്വം. ലഘുത്വത്തിൻ്റെ വിപരീതമാണ് ഗുരുത്വം. ഗുരുത്വം എന്ന് വെച്ചാൽ സൂക്ഷ്മ, അല്ലെങ്കിൽ അത്രയും ആധിക്യമുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പം ശ്വാസമെന്ന ആധിക്യത്തോടു കൂടിയ പുരമെന്ന ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ ഈശ്വരൻ, അത് ജീവാത്മാവാണ്. അപ്പോൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ സമയം ബൃഹത്തായ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനായും എൻ്റെ ശരീരം എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനായും വർത്തിക്കുന്നവനെ തഥാവിധ കൃപാഭര, അതവിടുത്തെ കാരുണ്യം. എൻ്റെ ജീവാത്മാവായി വർത്തിക്കുന്നു, ഒപ്പം പ്രപഞ്ചത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഓരോ അണുവിലും അതിൻ്റെ ചൈതന്യമായിട്ടും ശക്തിയായിട്ടും കാലമായിട്ടും എല്ലാം അവിടുന്ന് വർത്തിക്കുന്നു. തഥാവിധ കൃപാഭര, അത്തരത്തിലുള്ള കൃപ ചെയ്യുന്നവനല്ലേ അവിടുന്ന്. ഇപ്പം ഗുരുമതൽപുരാധീശ്വരനായ അവിടുത്തെ കൃപയാണ് ബ്രഹ്മാവിന് പ്രജാസൃഷ്ടിക്കും ഈ ഭുവന സൃഷ്ടിക്കും ശക്തി ഉണ്ടായത്. മതിബലം ച തപോബലം, അത്തരത്തിലുള്ള കൃപ ചെയ്തവനെ ത്വമാശു പരിപാഹി മാം, അങ്ങ് എത്രയും പെട്ടെന്ന് എന്നെ പരിപാലിക്കണേ, രക്ഷിക്കണേ. ഇവിടെയൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊരു സ്വാർത്ഥ ചിന്തയല്ലേ ഭട്ടതിരിപ്പാടിൻ്റെ എന്ന് ചിന്തിക്കും. ഇതിലൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഭട്ടതിരിപ്പാട് എഴുതിയതിന് ശേഷം ആരാ വായിക്കണത്? അദ്ദേഹം എഴുതിയ കൃതി ഒരു പരിധി വരെ വായിക്കുള്ളൂ. അദ്ദേഹം എഴുതിയ കൃതി വായിക്കുന്നത് ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. ഓരോ ഭക്തജനങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം മാം മമ എന്നൊക്കെ ഇങ്ങനെ ഓരോ ദശകം കഴിയുമ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇത് വായിക്കുന്നവരുടെ എന്ന്, ആ വായിക്കുന്നവരുടെ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഈ വക പദങ്ങളൊക്കെ ഓരോ ദശകം കഴിയുമ്പോഴും സൂചിപ്പിച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് സംശയമുണ്ട്, അല്ല ഇതൊരു സ്വാർത്ഥപരമായ നടപടിയല്ലേ ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്? ഇത്രയൊക്കെ വർണ്ണിച്ചിട്ട് അവസാനം ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ. അപ്പോൾ വാസ്തവത്തിൽ ഇതാരും വായിക്കണത്, ഇത് വായിക്കുമ്പോൾ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ആരാണ്? ഭക്തനാണ്, ഇത് വായിക്കുന്നവനാണ്. ധ്രുവസ്തുതി എന്താ? യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. അവിടെ മമ എന്ന് ധ്രുവൻ ഉദ്ദേശിച്ചത് ആരെയാ? ധ്രുവൻ്റെയാണോ? അത് ചൊല്ലുന്ന ഓരോരുത്തരുടെയും പ്രഹ്ലാദൻ്റെ സ്തുതിയിലുണ്ട്, ഇത്തരത്തിൽ ബ്രഹ്മാവിൻ്റെ സ്തുതിയിലുണ്ട്. അപ്പം അത് സ്തുതിക്കുന്ന ആൾ തൽക്കാലം സ്തുതിക്കുന്നു, പിന്നീട് അത് ആചരിക്കുന്ന അല്ലെങ്കിൽ അത് പിന്നീട് വീണ്ടും സ്തുതിക്കുന്ന ആളുകളുടെ സ്തുതിയായിട്ടാണല്ലോ അത് മാറണത്. ക്ഷീരസാഗര ശയന പാടി, ഇത് ത്യാഗരാജ സ്വാമികളാണോ കാലകാലമായിട്ട് പാടി നടക്കണത്? അല്ല, ചെമ്പൈ അതിനെ അങ്ങോട്ട് ഉണർത്തിക്കൊണ്ടുവന്നു, ഗാനഗന്ധർവൻ അതിനെ വീണ്ടും ജനകീയമാക്കുന്നു. അപ്പം ഈ കീർത്തനം ത്യാഗരാജ സ്വാമികളാൽ എഴുതപ്പെട്ട് പരമ്പരകളാൽ ആയി ഇങ്ങോട്ട് പ്രവഹിക്കേണ്ടായത്. അപ്പോൾ ഈ കീർത്തനം അദ്ദേഹത്തിന് വേണ്ടി എഴുതിയതല്ല, ഇത് സ്തുതിച്ചുകൊണ്ട് പാടുന്നത് വേറെ കുറേ ആൾക്കാരാ. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തവണ ഈ പാട്ട് പാടിയിട്ടുണ്ടാവുള്ളൂ. അപ്പം പരിപാഹിമാംന്നോ എൻ്റെ വാദരോഗം മാറ്റണമെന്നോ ഭട്ടതിരിപ്പാട് ഓരോ ദശകങ്ങളുടെ സമർപ്പണ സമയത്തും പറയുന്നെങ്കിൽ ഇത് പാരായണം ചെയ്യുന്നവനെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുകയല്ല, സ്വാഭാവികമായിട്ട് അതങ്ങനെ തീരുമല്ലോ. ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുന്നവർ എൻ്റെ രോഗത്തെ മാറ്റണമെന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം പരിപാഹിമാം, എന്നെ പരിപാലനം ചെയ്യണേ എന്ന് ഭട്ടതിരിപ്പാട് ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെ വേണം? ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. ഗുരു എന്നുള്ളത് വീണ്ടും പ്രയോഗിച്ചോ, അതിന് മുമ്പുള്ള വരിയിൽ ഗുരു എന്ന് കേൾക്കാം. ഇത് ഗുരുദയ. ഗുരുദയ എന്ന് വെച്ചാൽ ദയയുടെ ദയാധിക്യം, നേരത്തെ പറഞ്ഞ ആധിക്യം, ആ വലിപ്പം. മഹാദയ കൊണ്ട് ഗുരുദയോക്ഷിതൈ,
ഉക്ഷിതമായ അല്ലെങ്കിൽ അത്രയധികം നിറഞ്ഞ ഗുരുദയ കൊണ്ട് നിറഞ്ഞ ഈക്ഷിതൈഹി നോട്ടങ്ങൾ. ഈക്ഷിതം എന്ന് വെച്ചാൽ നോട്ടങ്ങൾ, ഈക്ഷണങ്ങൾ. ഈക്ഷിത എന്ന് വെച്ചാൽ അവിടുത്തെ ഈക്ഷിതമാണ്, നോട്ടപ്പെട്ടതാണ് ഈ സൃഷ്ടി മുഴുവൻ. അവിടുന്ന് നോക്കിയത് കൊണ്ട് ജീവനുണ്ടായ സൃഷ്ടികളാണ്. അത്തരത്തിലുള്ള കൃപയാലുള്ള നോട്ടം എന്നെയും കാത്തുരക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി തഥാവിധ കൃപാഭര. അത്രയും മഹാനായ, അത്രയും വിസ്തൃതമായ, അത്രയും വിശാലമായ ദയയുള്ളവനെ, കൃപയുള്ളവനെ, കാരുണ്യമുള്ളവനെ, അങ്ങയുടെ ആ നോട്ടം, ആ കടാക്ഷം, ആ ഈക്ഷണം, ആ ഈക്ഷണത്താൽ അത്രയും കൃപയുള്ളവനായി മാറി ആരാണോ ബ്രഹ്മാവിനെ പ്രജാനിർമ്മിതിക്കും ഭുവനനിർമ്മിതിക്കും ശക്തനാക്കിയത്, ആ ഗുരുമരുൽപുരാധീശ്വര, അത്തരത്തിൽ എൻ്റെ ശരീരമാകുന്ന പ്രപഞ്ചത്തിൽ ഈശ്വരനായി വർത്തിക്കുന്നവനെ, ജീവാത്മാവായി വർത്തിക്കുന്നവനെ, പ്രപഞ്ചത്തിൽ കാലമായി വർത്തിക്കുന്നവനെ, ആ കൃപാഭരമായ അവസ്ഥ, കൃപാഭരമായ ഈക്ഷണം, നോട്ടം, ആ നോട്ടങ്ങളാൽ എന്നെയും രക്ഷിക്കണേ, പരിപാഹിമാം. അതാണ് അവൾ പ്രാർത്ഥന. അപ്പം എന്നെ രക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കലായിട്ട് മാറും. അത് തവൈവ കൃപയാ പുനഃസരസിജേന തേനൈവ സ. തവൈവ, അവിടുത്തെ തന്നെ കൃപയാൽ, വീണ്ടും വീണ്ടുമുള്ള കൃപയാൽ. കാരണം ബ്രാഹ്മകൽപ്പത്തിൽ ഒരു സൃഷ്ടി അവസാനിപ്പിച്ചു, പുനഃ വീണ്ടും അദ്ദേഹത്തിന് പാത്മകൽപ്പത്തിലെത്തിയപ്പോഴേക്കും ആ സൃഷ്ടിബോധം വീണ്ടും ഉണ്ടായി. ആ ബ്രഹ്മാവ് സരസിജേന തേനൈവ സ, ബ്രഹ്മാവിനാൽ തന്നെ ഇതാ പ്രകൽപ്യ ഭുവനത്രയും 74 ലോകങ്ങളെയും സൃഷ്ടിച്ചു. പ്രവവൃതയെ പ്രജാനിർമ്മിതവും, പിന്നീട് പ്രജാനിർമ്മിതിയിൽ അദ്ദേഹം എന്താ പ്രവൃത്തി ലയിച്ചവനായി. തഥാവിധ കൃപാഭരോ ഗുരുമരുൽ പുരാധി. അത്തരത്തിലുള്ള ഗുരുവായൂരപ്പ, അത്തരത്തിലുള്ള കൃപാഭരത്തിനായ അവിടുന്ന് ത്വമാശു പരിപാഹിമാം, എന്നെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കണേ. ഏത് വീക്ഷണങ്ങളാലാണോ, ഏത് കടാക്ഷം കൊണ്ടാണോ ബ്രഹ്മാവിനെ രക്ഷിച്ചത്, ആ കടാക്ഷം കൊണ്ട്. നമസ്തേ, ജയ് ശ്രീകൃഷ്ണൻ.